സ്പെയിൻ പോർച്ചുഗലിനെയും ബെൽജിയത്തെയും നേരിട്ടു. പോർച്ചുഗൽ നേരിട്ടത് കൊളംബിയ, ക്രൊയേഷ്യ, സ്പെയിൻ എന്നിവരെ. എന്നാൽ അർജന്റീനയുടെ കാര്യം നോക്കൂ. ഗ്രൂപ്പ് ഘട്ടത്തിൻ്റെ ആദ്യ വിസിൽ മുതൽ സെമിഫൈനൽ വരെയുള്ള യാത്രയിൽ ഫിഫ റാങ്കിങ്ങിൽ ആദ്യ 10 സ്ഥാനങ്ങളിലുള്ള ഒരൊറ്റ ടീമിനെ പോലും നേരിടേണ്ട. ഇതിനെ ചൊല്ലി വലിയ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഭാഗ്യമാണോ അതോ ഡെലിബറേറ്റ് ആക്ഷൻ ആണോ? പരിശോധിക്കാം. ലോകകപ്പിൽ ടീമുകളുടെ എണ്ണം 48 ഉയർത്തിയപ്പോൾ ഫിഫ തങ്ങളുടെ പരമ്പരാഗതമായ 8 ഗ്രൂപ്പുകളുടെ രീതി ഉപേക്ഷിച്ചിരുന്നു. പകരം ആകെയുള്ള ടീമുകളെ 4 പോട്ടുകളാക്കി തിരിച്ച് 12 ഗ്രൂപ്പുകളായാണ് ഫിഫ ഒരുക്കിയത്. ഓഫ് കോഴ്സ് ഫിഫ റാങ്കിങ്ങിൽ മുന്നിലുള്ള നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന പോട്ട് 1-ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫിഫ റാങ്കിങ്ങിൽ മുന്നിലുള്ള മറ്റൊരു ടീമും ആ ഗ്രൂപ്പിൽ വരില്ല എന്നുറപ്പായി. പോട്ട് 2-ൽ നിന്നാണ് ഗ്രൂപ്പിലെ രണ്ടാമത്തെ ശക്തരായ ടീമിനെ തിരഞ്ഞെടുക്കുന്നത്. ഈ പോട്ടിൽ ഉറുഗ, ഇക്വഡോർ തുടങ്ങിയ ശക്തരായ തെക്കേ അമേരിക്കൻ ടീമുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അർജന്റീന ഒരു തെക്കേ അമേരിക്കൻ ടീം ആയതുകൊണ്ട് തന്നെ ഭൂഖണ്ഡ നിയമപ്രകാരം മറ്റൊരു തെക്കേ അമേരിക്കൻ ടീം അവരുടെ ഗ്രൂപ്പിൽ വരാൻ പാടില്ല. അങ്ങനെ ലാറ്റിൻ അമേരിക്കൻ ഭീഷണി ഒഴിവായി. പകരം പോട്ട് 2-ൽ നിന്നും വന്നത് ഓസ്ട്രിയയാണ്. ഇതേസമയം നറുക്കെടുപ്പിലൂടെ ബ്രസീലിന് മൊറോക്കോയെയും, പോർച്ചുഗലിന് കൊളംബിയയെയും, ഇംഗ്ലണ്ടിന് ക്രൊയേഷ്യയെയും, ഫ്രാൻസിന് നോർവേയെയും പോട്ട് 2-ലൂടെ കിട്ടി. ഗ്രൂപ്പിലുള്ള മറ്റു ടീമുകളെ പോട്ട് 3 ആൻഡ് 4-ലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. അർജന്റീനയ്ക്ക് ഇവിടെ ആഫ്രിക്കൻ പ്രാതിനിധ്യമായി ലഭിച്ചത് അൾജീരിയയാണ്. ഏഷ്യൻ പ്രാതിനിധ്യമായി വന്നത് ജോർഡാനും. ഇതൊരിക്കലും ഒരു ഡെലിബറേറ്റ് ആക്ഷൻ അല്ലായിരുന്നു എന്ന് വ്യക്തം. കൃത്യമായി സംപ്രേഷണം ചെയ്ത് ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് വ്യക്തമായി നടത്തിയ ഒരു ഡ്രോ ആയിരുന്നത്. സോ ഫിഫ ഫേവർ ചെയ്തു എന്ന് പറയുന്നത് വെറും അപവാദം മാത്രമാണ്. ഇനി ഗ്രൂപ്പ് ഘട്ടത്തിലാണ് അർജന്റീനയ്ക്ക് ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ചത്. ഗ്രൂപ്പ് ജെയിലെ ചാമ്പ്യന്മാരായ അർജന്റീന റൗണ്ട് ഓഫ് 32-ൽ നേരിടേണ്ടിയിരുന്നത് ഗ്രൂപ്പ് എച്ചിലെ 2ാം സ്ഥാനക്കാരായിരുന്നു. അവിടെ കരുത്തരായ ഉറുഗ്വേ വന്ന അർജന്റീനയ്ക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുമെന്നാണ് ലോകം ഒന്നാകെ കരുതിയത്. എന്നാൽ ഗ്രൂപ്പ് എച്ചിൽ അട്ടിമറികൾ സംഭവിച്ചതോടെ ഉറുഗ്വേ അപ്രതീക്ഷിതമായി പുറത്താവുകയും പകരം അത്ഭുത മുന്നേറ്റം നടത്തിയ കേപ്പ് വെർഡെ നോക്കൌട്ടിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു. ഫിഫയുടെ ഫിക്സഡ് ബ്രാക്കറ്റ് നിയമവും ഗ്രൂപ്പ് എച്ചിലെ അട്ടിമറിയും കാരണം അർജന്റീനയ്ക്ക് കേപ്പ് വെർഡെ എന്ന പേപ്പറിൽ ദുർബലരായ എതിരാളികളെയാണ് കിട്ടിയത്. പക്ഷേ കളത്തിൽ അവർ ദുർബലരായിരുന്നില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മറ്റൊന്നുകൂടി സംഭവിച്ചു. ഗ്രൂപ്പ് കെയിൽ നടന്ന സംഭവങ്ങളാണ് ലോകകപ്പ് ഫിക്ചറുകളെ അടിമുടി മാറ്റിപ്പണിതത്. പൊതുവെ പോർച്ചുഗൽ അവിടെ ഒന്നാമതാകുമെന്നായിരുന്നു ലോകകപ്പിന് മുന്നേയുള്ള വിലയിരുത്തൽ. അതോടെ അവർ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി അർജന്റീനയുടെ ബ്രാക്കറ്റിലേക്ക് പോകുമെന്നും സകലരും കരുതി. എന്നാൽ മികച്ച ഫോമിൽ കളിച്ച കൊളംബിയ പോർച്ചുഗലിനെ ഞെട്ടിച്ചുകൊണ്ട് ഗ്രൂപ്പിൽ 1ാം സ്ഥാനം സ്വന്തമാക്കി. അതോടെ പോർച്ചുഗൽ 2ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. ഇവിടെയാണ് ഒരു തരം ബട്ടർഫ്ലൈ എഫക്റ്റ് സംഭവിക്കുന്നത്. പോർച്ചുഗൽ 2ാം സ്ഥാനത്തായതോടെ ഫിഫയുടെ കമ്പ്യൂട്ടർ ബ്രാക്കറ്റ് സിസ്റ്റം അവരെ അർജന്റീനയുടെ പാതയിൽ നിന്നും ക്രൊയേഷ്യയും സ്പെയിനും അടങ്ങുന്ന മരണക്കയത്തിലേക്ക് എറിഞ്ഞു. പോർച്ചുഗൽ ഫൈനലിലേക്ക് മുന്നേറുകയാണെങ്കിൽ ക്രൊയേഷ്യ, സ്പെയിൻ, ബെൽജിയം, ഫ്രാൻസ് എന്നീ യൂറോപ്യൻ അധികായരെയാണ് അവർക്ക് നേരിടേണ്ടി വരിക. എന്നാൽ അർജന്റീനയ്ക്ക് കേപ്പ് വെർഡെ കടന്നപ്പോൾ ഈജിപ്തായിരുന്നു വന്നുപെട്ടത്. റൗണ്ട് ഓഫ് 8-ൽ വരേണ്ട കൊളംബിയയാണ് പൊതുവെ അർജന്റീനയ്ക്ക് ശക്തരായ എതിരാളിയായി കണക്കാക്കപ്പെട്ടിരുന്നത്. കാരണം റീസെൻറ്റ് മാച്ച് ഹിസ്റ്ററിയിൽ അവർക്ക് അർജന്റീനയ്ക്കെതിരെ മികച്ച റെക്കോർഡുണ്ട്. എന്നാൽ വാൻകൂവറിൽ വെച്ച് നടന്ന റൗണ്ട് ഓഫ് 16 മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് കൊളംബിയയെ പെനൽറ്റിയിൽ തോൽപ്പിച്ചതോടെ അതും മാറി. അഥവാ പേപ്പറിൽ കരുത്തരായ എതിരാളികൾ വരാത്തത് അർജന്റീനയുടെ കുറ്റമല്ല എന്നർത്ഥം. പക്ഷേ മുൻകൂട്ടി തീരുമാനിച്ചതല്ലെങ്കിലും ഗ്രൂപ്പ് ഘട്ടം അവസാനിച്ചപ്പോൾ കണ്ട ഫിക്സ്ചറിൽ ചെറിയ അനീതിയുണ്ട്. കാരണം ഒരു വശത്ത് ജർമ്മനി, ഫ്രാൻസ്, നെതർലൻഡ്സ്, പോർച്ചുഗൽ, ബെൽജിയം, മൊറോക്കോ, സ്പെയിൻ, നെതർലൻഡ്സ്, ക്രൊയേഷ്യ എന്നീ കരുത്തർ അണിനിരക്കുന്നു. മറുവശത്തോ ഫിഫ റാങ്കിങ്ങിൽ ആദ്യ 10-ലുള്ള 3 ടീമുകൾ മാത്രം: അർജന്റീന, ബ്രസീൽ, ഇംഗ്ലണ്ട് എന്നിവർ. ഇതോടെ ഗ്രൂപ്പ് ഘട്ടത്തിലെ ഫലങ്ങൾ മാത്രം അടിസ്ഥാനമാക്കാതെ നോക്കൌട്ട് മുതൽ മറ്റൊരു ഡ്രോ എടുക്കുമെന്ന അഭിപ്രായം ചിലർ പറയുന്നുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിന് ശേഷം ചാമ്പ്യൻസ് ലീഗ് പോലെ വീണ്ടും ഒരു ലൈവ് നറുക്കെടുപ്പ് നടത്തിക്കൂടെ എന്നാണ് ചോദ്യം. പക്ഷേ ലോകകപ്പിൽ അത് പോസിബിൾ അല്ല. കാരണം USA, കാനഡ, മെക്സിക്കോ എന്നീ 3 ഭീമാകാരമായ രാജ്യങ്ങളിലായാണ് ഈ ടൂർണമെൻറ്റ് നടക്കുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിന് ശേഷം വീണ്ടും നറുക്കെടുപ്പ് നടത്തിയാൽ ഏത് ടീം ഏത് നഗരത്തിലേക്ക് എന്ന ചോദ്യം വരും. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടേണ്ടി വരുന്ന കളിക്കാരുടെ യാത്രകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ ഫിഫ നിർബന്ധിതരാണ്. ടിക്കറ്റ് എടുപ്പും ആരാധകരുടെ യാത്രയും മറ്റൊരു പ്രശ്നവുമാകും. എങ്കിലും മികച്ച 3ാം സ്ഥാനക്കാർ എന്ന പദവി വന്നതോടെ ഒത്തുകളി നടക്കാനുള്ള സാധ്യത വന്നിട്ടുണ്ട്. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിനിറങ്ങുമ്പോൾ ഓസ്ട്രിയക്കും അൾജീരിയക്കും സമനില മാത്രം മതിയായിരുന്നു റൗണ്ട് ഓഫ് 32-ലെത്താൻ. എന്നാൽ ഈ മത്സരം സമനിലയിലായതോടെ ഇറാൻ പുറത്താകുന്നതും കണ്ടു. കൂടാതെ ഇക്കുറി ഫിഫ ഒരു സീഡിംഗ് സിസ്റ്റവും കൂടി ഒരുക്കിയിരുന്നു. ഫിഫ റാങ്കിംഗ് അടിസ്ഥാനത്തിലായിരുന്നു ഇതനുസരിച്ച് ഫിഫ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തുള്ള ടീമും 2ാം സ്ഥാനത്തുള്ള ടീമും ബ്രാക്കറ്റിന് തികച്ചും വിപരീതമായ 2 ഭാഗങ്ങളിലായാണ് വരിക. അതായത് ഗ്രൂപ്പ് ജേതാക്കളായി മുന്നേറുകയാണെങ്കിൽ ഫിഫ റാങ്കിങ്ങിൽ 1ാമതുള്ള സ്പെയിനും അർജന്റീനയും
ഫൈനലിൽ മാത്രമേ ഏറ്റുമുട്ടൂ. അതുപോലെ 3-ാം സ്ഥാനത്തുള്ള ഫ്രാൻസും 4-ാം സ്ഥാനത്തുള്ള ഇംഗ്ലണ്ടും ഫൈനലിന് മുമ്പ് ഏറ്റുമുട്ടില്ല. കൂടാതെ ഫിഫ റാങ്കിങ്ങിൽ ആദ്യ 4 സ്ഥാനങ്ങളിലുള്ള 4 ടീമുകൾ സെമിക്ക് മുമ്പ് ഏറ്റുമുട്ടില്ല എന്ന ആനുകൂല്യവും നൽകിയിട്ടുണ്ട്. അതായത് അർജന്റീനയ്ക്ക് ലഭിച്ച എളുപ്പമുള്ള പാത എന്ന് പറയുമ്പോൾ പേപ്പറിലെ എളുപ്പമുള്ള പാത മുൻകൂട്ടി ഒരുക്കിയതല്ല. ഡ്രോ നിയമങ്ങൾ, കോൺഫെഡറേഷൻ നിയന്ത്രണങ്ങൾ, ഗ്രൂപ്പ് ഘട്ടത്തിലെ അട്ടിമറികൾ, ഫിക്സഡ് ബ്രാക്കറ്റ് സംവിധാനം എന്നിവയെല്ലാം ഒത്തുചേർന്നപ്പോൾ ഉണ്ടായ ഒരു പ്രതിഭാസമാണ്. സോ വാട്ട് യു തിങ്ക്?